Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റ് ഒന്ന് നോക്കാം. US മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് മാത്രം ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. S&P 500 0.9% ഒരു നേട്ടം 0.09% ഒരു നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കിലും ഒരു നേട്ടം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പല പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ ഒരു നേട്ടവും ഉണ്ടായിരുന്നു. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണിപ്പോൾ? വിഷ്ണു, അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ വീണ്ടും ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ട് 42,800 പോയിന്റ് മുകളിൽ നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ഫോർ കൺഫർമേഷൻ. ഇതിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും കാണാൻ സാധിക്കുന്നത് JP Morgan ആൻഡ് സിറ്റി ബാങ്കിന്റെ കേസിലാണ്. സോ ഈ രണ്ട് സ്റ്റോക്സിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഒരു ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നടന്നത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 22,000 പോയിന്റ് ആയിരിക്കും. ഇന്നലെ നമുക്ക് ടെസ്ലയുടെ കേസിൽ നമുക്ക് ഒത്തിരി ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. സാർ, ഏതായാലും നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലൂടെ കൂടി പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഈ വ്യാപാര ചർച്ചകളൊക്കെ അനുകൂലമായി വരും എന്നുള്ളൊരു വാർത്തയെ തുടർന്ന് തന്നെ നമുക്ക് ക്രൂഡിൽ ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ നമുക്ക് 0.54% ഒരു മുന്നേറ്റമുണ്ട്. മാത്രമല്ല WTI ക്രൂഡിൽ നോക്കുമ്പോഴും നമുക്കൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ നമ്മൾ 2-3 സെഷൻസ് മുൻപ് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ദാറ്റ് ഈ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന്. സോ ഇന്നലെ നമ്മൾ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് $65 റെസിസ്റ്റൻസ് ആയിരുന്നു ക്രൂഡ് ഓയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും $2 മുതൽ $2.5-3 നേട്ടം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്രൂഡിലൊരു നേട്ടം തുടരുമ്പോൾ ഇന്ന് ഗോൾഡിലൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 0.4% ഒരു ഇടിവിലാണ് ഗോൾഡ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,309 എന്നൊരു നിലയിൽ. ഗോൾഡിൽ താങ്കളിനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പൊസിഷൻ മാനേജ് ചെയ്യണം. $3,280 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 25,103 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. അതായത് 0.4% നേട്ടത്തിൽ 100 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം മാർക്കറ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്ത മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് ഒരു സൈഡ് വൈസ് രീതിയിൽ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇന്നലത്തെ ഒരു മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ഒരു അതായത് ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 25,160 എന്നൊരു നിലയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ഇന്നലെ നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും പിന്നീട് ഒരു ഫോളോ ത്രൂ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തിൽ നിന്നും പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇതിന്റെ ഒരു പ്രധാന കാരണം ബോണ്ട് ഈൽഡുകൾ വളരെ ഹൈ ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോണ്ട് മാർക്കറ്റിലോട്ടായിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാണാൻ സാധിച്ചത്. സാർ, ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴും ഏകദേശം ഒരു സമാനമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 56,839 എന്നൊരു നിലയിൽ 261 പോയിന്റിൻ്റെ നേട്ടം, അതായത് 0.46% ഒരു നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ 57,000 എന്നൊരു നില, അതായത് 57,049 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈയും കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കേസിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു കാര്യമായിട്ടൊരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ വീണ്ടും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത് ഇറ്റ് വാസ് എ ന്യൂ ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് വൈൽ ദി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ പോലും അതേസമയം നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നല്ല ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 1.5% നേട്ടമായിരുന്നു PSU ബാങ്കിങ് ഇൻഡെക്സ് നമുക്ക് നൽകിയത്.
സാർ, ഇനി സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ പറ്റിയാണ്. ഇന്നലെ 6% ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 520 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് പറയാനുള്ളത് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ ഒരു യൂണിവേഴ്സൽ ബാങ്കായി മാറ്റുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി തേടിയിട്ടുണ്ടെന്ന് ബാങ്ക് ഇന്നലെ ഒഫീഷ്യലായിട്ട് അറിയിച്ചതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഏകദേശം 22% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. പിന്നീട് അങ്ങോട്ട് അടുത്ത മാസം ഒരു 3% ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഈ ഒരു മാസം 7% ഒരു നേട്ടം വീണ്ടും രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു സൈഡ് വേസ് റേഞ്ചിലായിരുന്നു പെട്ടുപോയിരുന്നത്. വളരെ മേജറായിട്ട് ഒരു സപ്പോർട്ട് 460, വളരെ മേജറായിട്ട് ഒരു റെസിസ്റ്റൻസ് 520, 530 ആ റേഞ്ചിലാണ് ക്ലോസിങ് നടത്തിക്കൊണ്ടിരുന്നത്. ബട്ട് ഇന്നലത്തെ ആ ശക്തമായ ക്ലോസിനെ തുടർന്ന് നമുക്ക് ലോങ് ടേം ട്രെൻഡ് പോലും വീണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 533 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനോടൊപ്പം തന്നെ മറ്റ് പല സ്മോൾ ഫൈനാൻസ് ബാങ്കിലും ഇന്നലെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് കേരള ബേസ്ഡ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഈസാഫ് ഇന്നലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7% നേട്ടം നൽകിയിരുന്നു. ഈസാഫിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 37 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് കാപ്രി ഗ്ലോബലിനെ പറ്റിയാണ്. ഇന്നലെ 500 കോടി രൂപയുടെ അപ്സൈസ് ഓപ്ഷൻ ഉൾപ്പെടെ 2000 കോടി രൂപയുടെ വരെ സമാഹരിക്കുന്നതിനായി QIP ഇഷ്യൂ ചെയ്യുന്നതായി ഒരു റിപ്പോർട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു വാർത്ത ലഭ്യമായിട്ടുണ്ട്. എന്നാലും കാപ്രി ഗ്ലോബൽ ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വലിയൊരു കുതിപ്പാണ് നടത്തിയത്. ഏകദേശം 19% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. 181 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. കാപ്രിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാപ്രി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് കഴിഞ്ഞ 1-1.5 വർഷത്തിനിടെ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 190 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് ദിസ് വിൽ ബി എ ഹൈ റിസ്ക് ട്രേഡ്. ഇനി നമുക്ക് ഓലയെ പറ്റിയാണ് അറിയേണ്ടത്. ഓല നോക്കുമ്പോൾ 1.27% ഒരു നേട്ടമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. 49 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഒരു ലിസ്റ്റിംഗ് നടന്നത് 2024 ഓഗസ്റ്റിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു 4% ഒരു നേട്ടം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഓലയിൽ? ഓല ഇലക്ട്രിക്കിന്റെ കേസ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സായിട്ട് ഇതിൻ്റെ ഫിനാൻഷ്യൽസിൽ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. വളരെ മികച്ച ഫിനാൻഷ്യൽ റിസൾട്ട്സ് അല്ല ഈ സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ഈസ് സ്റ്റിൽ ട്രേഡിംഗ് അറ്റ് ദ ഓൾ ടൈം ലോ. ഇതിൻ്റെ ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും ഒക്കെ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇതിൽ ഒരു ബോട്ടം കണ്ടു എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമുക്കൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 56 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഏഞ്ചൽ വണ്ണിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ 0.5% അടുത്തൊരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 3202 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി അല്ലെങ്കിൽ മന്തുകളായൊക്കെ തന്നെ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലൊരു ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഏഞ്ചൽ വണ്ണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിൽ ലോങ് ടേമിലെ ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും മെയ് മാസത്തിൽ 2250 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിൽ 3300 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് ഇതിന്റെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഓവർ ഹീറ്റിംഗ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 3195 നമ്മുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല.
ഇനി ജിയോ ഫിനാൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നോക്കുമ്പോൾ 3.4% ഒരു നേട്ടത്തിൽ 304 എന്നുള്ള രീതിയിലാണ് 304 എന്നുള്ളൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് തുടങ്ങിയുള്ള മാസങ്ങളിൽ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് എടുക്കാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴും കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിയോ ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിയോഫിൻ്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഇന്നലെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 300 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 325 അതിനുശേഷം 340 ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് BPCL ആണ്. ഇന്നലെ 1% മുന്നേറ്റത്തിൽ ഈ 320 എന്നൊരു നിലയിലാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മാർച്ച് തുടങ്ങിയുള്ള മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 13% മാത്രം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. BPCL താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? BPCL, IOC, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ സ്റ്റോക്സ് ഒക്കെ വളരെ സിമിലർ പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രോളിയത്തിന്റെ സ്പെസിഫിക് കേസിൽ ഏപ്രിൽ മാസം മുതൽ ഏകദേശം ഒരു 325-330 ഈ റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 325 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 345-350 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇനി നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ 0.3% ഒരു നേട്ടത്തിൽ 1448 എന്നൊരു നിലയിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സ്റ്റോക്കിൻ്റെ പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ മാർച്ച് തുടങ്ങിയുള്ള മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് നിലവിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വീക്കിലി നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രി അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് റിലയൻസിൻ്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെയ് മാസത്തിന് ശേഷം വളരെ ഷോർട്ട് ടേം പാറ്റേൺസ് നോക്കുമ്പോഴേക്കും 1460, 1400 ഈ ഒരു റേഞ്ചിൽ ഈ സ്റ്റോക്ക് പെട്ടുപോയിട്ടുണ്ട്. 1460, 1470 ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി അറിയേണ്ടത് രാം സ്റ്റീൽസ് ട്യൂബ്സിനെ പറ്റിയാണ്. നിലവിൽ 2.1% ഇടിവിൽ 13 രൂപ എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഏപ്രിൽ തുടങ്ങി ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഒരു 20% ഇടിവാണ് സ്റ്റോക്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൈസിൽ കാണാൻ സാധിക്കുന്നത്. രാം സ്റ്റീൽ ട്യൂബ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ സാർ? ക്ഷമിക്കട്ടെ, രാമ സ്റ്റീൽസ് ആണ്. RAMASTEEL. വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സാർ നമുക്കപ്പോൾ അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് അറിയേണ്ടത് കോൺകോഡ് ആണ്. അതായത് കോൺകോഡ് ബയോ ആണ് അറിയേണ്ടത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 4.48% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 86 ആണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് സ്റ്റോക്കിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺകോഡ് ബയോടെക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൺകോഡ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ മെഞ്ഞാന്നും ഈ സ്റ്റോക്കിൽ വളരെ പോസിറ്റീവായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൻ്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 2200, 2240 ഈ ഒരു റേഞ്ചിലായിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഡിക്സൺ ടെക്നോളജീസിനെ പറ്റിയാണ് അറിയേണ്ടത്. നമുക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ 0.4% ഒരു നേട്ടമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. 14,914 എന്നൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 20% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ്. ഡിക്സൺ ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ഡിക്സന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. നമുക്ക് ഒരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 15,600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 17,000 അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 18,000 രൂപയിൽ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് എസ് ബി ഐ പറ്റിയാണ്. എസ് ബി ഐയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത് ഏകദേശം 0.86% ഒരു നേട്ടമായിരുന്നു. 820 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് മുതൽ സ്റ്റോക്കിൽ ഒരു നേരിയ നേട്ടമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എസ് ബി ഐയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്കിൽ നമുക്കൊരു അണ്ടർ പെർഫോമൻസാണ് കാണുന്നത്. സോ ഇത് ഈ സ്റ്റോക്കിൽ ഐ എക്സ്പെക്ട് ദാറ്റ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ക്യാച്ചിങ് അപ്പ്. അതായത് ഈ അണ്ടർ പെർഫോമൻസ് ഔട്ട് പെർഫോമൻസ് ആയിട്ട് ഈ സ്റ്റോക്ക് മാറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 765 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 980 മുതൽ 1040 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇനി അറിയേണ്ടത് പരാസ് ഡിഫൻസിനെ പറ്റിയാണ്. 2.4% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1607 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാർച്ച് മുതൽ സ്റ്റോക്കിലൊരു കുതിപ്പായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള വോളിയത്തിലുള്ള ട്രേഡിംഗ് ഒക്കെ മാർച്ചിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ മാസമാണ് ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയത്. അതിനുശേഷം സ്റ്റോക്ക് നോക്കുമ്പോൾ നേരിയ ഒരു ഇടിവ്, ഒരു വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരാസ് ഡിഫൻസിൽ മുന്നോട്ടൊരു കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാമോ, അതോ ഇനിയും പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പരാസിന്റെ കേസിൽ മറ്റ് ഡിഫൻസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പാണ് നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം കാണാൻ സാധിച്ചത്. ഏപ്രിൽ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം ഏകദേശം 820 രൂപയ്ക്ക് അടുത്തായിരുന്നു. ആൻഡ് കഴിഞ്ഞ മാസത്തെ പീക്ക് ലെവൽ നോക്കുമ്പോഴേക്കും 1960 രൂപ വരെ നമുക്ക് ഈ സ്റ്റോക്ക് നേട്ടം നൽകിയിരുന്നു. സോ അതിനുശേഷം കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1520 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഹിൻസിങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. ഹിൻസിങ്ക് നോക്കുമ്പോൾ 4.5% ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 525 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിങ്ങിൽ വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസിങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിലാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റാണ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 580 ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇനി അറിയേണ്ടത് വിമാർട്ടിനെ പറ്റിയാണ്. വിമാർട്ട് നോക്കുമ്പോൾ 1.34% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയത്. 3443 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് വിമാർട്ടിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേരിയ നേട്ടത്തിൽ ഉള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വോളിയം, അതായത് ട്രേഡിംഗ് വോളിയം ഇത്തിരി വർദ്ധിച്ചതായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിമാർട്ടിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിമാർട്ടിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ കേസിൽ ഒരു വലിയ പ്രോബ്ലം ഞാൻ കാണുന്നത് ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 3650 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനി നമുക്ക് അറിയേണ്ടത് അനു ഫാർമ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഡിസംബർ 2024 ഒരു ലിസ്റ്റിംഗ് നടന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി ഈ ഒരു മാർച്ചിലൊരു ബോട്ടം കണ്ട പോലെ ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ സ്റ്റോക്ക് നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. മാത്രമല്ല കഴിഞ്ഞ മാസത്തിലും മികച്ച ഒരു മുന്നേറ്റം കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ സ്റ്റോക്ക് 213 എന്നൊരു നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനു ഫാർമയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ അനു ഫാർമ ബോത്ത് BSE ആൻഡ് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ആൻഡ് ഈ സ്റ്റോക്ക് ഒത്തിരി വോളറ്റിലിറ്റിയാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 198-ലായിരിക്കാം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന 246 രൂപയില ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും വലിയ കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജൂപ്പിറ്റർ വാഗനെ പറ്റിയാണ് അറിയേണ്ടത്. 1.96% നേട്ടത്തിൽ 407 എന്നുള്ളൊരു പ്രൈസിലാണ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്കിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ ജൂലൈ 2024 കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു 44% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂപ്പിറ്റർ വാഗനിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ജൂപ്പിറ്റർ വാഗന്റെ കേസിൽ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് നേരിയ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റ് റെയിൽവേ സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ ഷോർട്ട് ടേം ട്രെൻഡ്സ് നോക്കുമ്പോഴേക്കും സൈഡ് വേസും ആൻഡ് ഈവൻ ആക്ച്വലി ദ ലോങ് ടേം ട്രെൻഡ് പോലും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്പേർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 463 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ റെയിൽവേ സെക്ടറിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ടെക്സ്മാക്കോ റെയിലും അതുപോലെ തന്നെ IRCTCയും ആയിരിക്കണം ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. കാര്യം ഈ രണ്ട് സ്റ്റോക്സിലും എനിക്ക് വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് SJVN പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ 0.3% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 103 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എന്ന് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ മാർച്ച് മുതൽ സ്റ്റോക്ക് ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോസിംഗ് ആണ് ഒരു മന്ത്ലി ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി മുകളിലോട്ട് ഒരു ഉയർച്ച സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാമോ? താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ? SJVന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് 106 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഈ സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലോട്ട് കൊണ്ടുവരിക. 106 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 112, 122, 130. സാർ, ഇനി അറിയേണ്ടത് ലോയിഡ് എഞ്ചിനീയറിംഗ് വർക്കിനെ പറ്റിയാണ്. ലോയിഡ് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് 0.4% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണുന്നത്. 59 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. ഒരു ഓൾ ടൈം ഹൈ ജൂലൈ 2024 സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടിവിൽ ഇപ്പോൾ ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനും സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ലോയിഡ് എഞ്ചിനീയറിംഗിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ലോയിഡ് എഞ്ചിനീയറിംഗ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലും നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 65 രൂപ 50 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 75 രൂപയില്ല. സാർ, നമുക്ക് അവസാനമായൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഇലക്ട്രോകാസ്റ്റാണ്. ഇലക്ട്രോകാസ്റ്റിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6% ഒരു നേട്ടമാണ്. 113 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇലക്ട്രോകാസ്റ്റും വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 5-8 മാസത്തിനിടെ വലിയൊരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിന് 90 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 98 അത് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് ആദ്യത്തെ 122, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 140. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ഇതുപോലത്തെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും മൈഫിൻ TV ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ
പ്രേക്ഷകർ തുടരുക. സ്റ്റേ ട്യൂൺഡ്.